വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസുകാർക്ക് വിജയിക്കണമെങ്കിൽ അവർ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണെന്നാണ് BJP ദേശീയ ജനറൽ സെക്രട്ടറി രാം മാധവ് പറയുന്നത്. പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് നേതാക്കൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് രാം മാധവ് പറയുന്നത്. പാകിസ്ഥാനിലെ നവമാധ്യമങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്കാണ് തരംഗം. കോൺഗ്രസിന്റെ മനസ്സ് പാകിസ്ഥാനൊപ്പമാണെന്നും രാം മാധവ് ആസാമിലെ ഗുവാഹത്തിയിൽ പറയുന്നു. പാകിസ്ഥാന് വേണ്ടിയാണോ ഇന്ത്യക്ക് വേണ്ടിയാണോ കോൺഗ്രസ് നേതാക്കൾ പോരാടുന്നതെന്ന് ജനങ്ങൾക്ക് വ്യക്തമാകുന്നില്ല. രാജ്യത്തെ സൈന്യത്തിനെതിരെ മോശമായ ഭാഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്നത്. അവർ സൈന്യത്തെ സംശയിക്കുന്നു. സാധാരണ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് വിരുദ്ധമായ വികാരം ആഞ്ഞടിക്കുകയാണ് പതിവ്. എന്നാൽ ആ പതിവുകൾ തിരുത്തുന്നയാളാണ് നരേന്ദ്രമോദി എന്ന് രാം മാധവ് പറഞ്ഞു. അതേസമയം പാകിസ്ഥാനിൽ ഹിന്ദു പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനോട് അതിനുള്ള റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പെൺകുട്ടികളുടെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട്. സംഭവത്തിൽ പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനോടാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് സുഷമ സ്വരാജ് പറയുന്നു. ഹോളി ആഘോഷത്തിനിടയിലാണ് പാകിസ്ഥാനിലെ സിഡ് പ്രവിശ്യയിൽ നിന്ന് പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റിയത്. റീന, രവീണ എന്നീ പെൺകുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതം മാറ്റിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിനു പിന്നാലെ പ്രദേശത്തെ ഹിന്ദുമത വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയി 2 പെൺകുട്ടികളെയും വിവാഹം കഴിപ്പിക്കുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. എന്തായാലും രാം മാധവ് കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. കാരണം പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പ്രതിപക്ഷം സൈന്യത്തോടൊപ്പമല്ല പാകിസ്ഥാനോടൊപ്പമാണെന്ന് പലകുറി BJP ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ രാം മാധവ് ആവർത്തിക്കുന്നത്. കോൺഗ്രസിന്റെ മനസ്സ് പാകിസ്ഥാനോടൊപ്പമാണെന്നും പാകിസ്ഥാനിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ചാൽ അവർക്ക് മറ്റൊന്നും നോക്കാതെ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാമെന്നുമാണ് പ്രതിപക്ഷത്തിനെതിരെ BJPയുടെ ആഞ്ഞടി. എന്തായാലും പുൽവാമ ഭീകരാക്രമണം പ്രചരണ ആയുധമാക്കാമെന്ന് കരുതിയ പ്രതിപക്ഷത്തിന് തിരിച്ചടിയാണ് ഇതിലൂടെ നേരിടേണ്ടി വന്നത്. പലപ്പോഴും രാഹുലിന്റെ മറുപടിക്ക് തിരിച്ച് അതേ നാണയത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകുന്ന കാഴ്ചകളും ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടതാണ്. എന്തായാലും പുൽവാമ ഭീകരാക്രമണത്തിലൂടെ BJPക്ക് അതുവരെ മുന്നിലുണ്ടായിരുന്ന പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോഴും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഏക ഘടകവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.